ഗുഡ് മോർണിംഗ്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഞാൻ ലേറ്റ് ആയി പോയിട്ടോ എണീറ്റപ്പോ. അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ആക്കി തിരിച്ചു വെച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മൾ 10 മണി വരെ കണ്ടിന്യൂസ് കിടന്നുറങ്ങിയാലും കിട്ടൂല. എന്നത്തെയും പോലെ ഇന്നും ആ ഒരു അബദ്ധം എനിക്ക് പറ്റി, ലേറ്റ് ആയി പോയി. ലേറ്റ് ആയി എന്നും പറഞ്ഞ് നമ്മുടെ ഡെയിലി റൊട്ടീൻ ഒന്നും മാറ്റാൻ പറ്റില്ല. എന്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാ ദാ ഒരു ബ്ലാക്ക് കോഫി വെച്ചിട്ടാ. അപ്പൊ ഇന്നും ആസ് യൂഷ്വൽ ഞാൻ ബ്ലാക്ക് കോഫി ഒക്കെ ഇട്ടു. അതിട്ടിട്ട് അത് കുടിച്ചുകൊണ്ട് വേണമെങ്കിൽ ബാക്കി പണിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഒരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അടുത്ത പരിപാടി ചെയ്യാം എന്ന് കരുതി. അപ്പൊ ഈ കാപ്പിയെ പറ്റി പറഞ്ഞാൽ, നമ്മൾ ചിക്കമംഗ്ലൂർ ടൂർ പോയ സമയത്ത് അവിടെ ഒരു കോഫി ഫാക്ടറിയിൽ പോയിരുന്നു. അവിടെ വെച്ച് വാങ്ങിച്ച കോഫി പൗഡറാണ് കേട്ടോ. ഇത് കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. ഒരു എനർജി ഡ്രിങ്ക് ആണല്ലോ, അല്ലെങ്കിലും കോഫിയും ടീയും ഒക്കെ എനർജി ഡ്രിങ്ക് ആണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണ് ലേറ്റ് ആയിട്ട് എണീറ്റിട്ട് രാവിലെ കോഫിയും കുടിച്ച് വീഡിയോയും എടുത്തോണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാലും എന്റെ മൈൻഡിൽ മൊത്തം രാവിലെ ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നാണ്. എന്തായാലും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല. ഇപ്പൊ തന്നെ 7:30 ആയി. ഇനിയും കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 8 o'clock ആവും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒട്ടും ടൈം കിട്ടില്ല. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ സമയത്ത് എനിക്ക് കോളേജ് എത്താൻ പറ്റുള്ളൂ. സോ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോ മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. വേറൊന്നുമല്ല, ഇതാണിത് ബിസേലിയുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിന്റെ ഓട്സ്. ഇത് എന്റെ ഒരു ലൈഫ് സേവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലപ്പോഴും ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. കാണുന്നവരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര ഡയറ്റ് കൺട്രോൾ ആണ്. വേറൊന്നുമല്ല, ലേറ്റ് ആയി പോകുമ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാ. ഒരു റിച്ച് ഫീലിന് വേണ്ടി ഞാൻ കുറച്ച് അനാറും കുറച്ച് ഗ്രീൻ ആപ്പിളും കൂടി ഇട്ടു. എനിക്ക് ഈ മിസേലിയുടെ ഓട്സ് ഇടുമ്പോൾ ഉള്ള കുഴപ്പം ക്രീമി ടെക്സ്ചർ വരൂല. അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ ഓട്സും കൂടെ കുറച്ചിട്ടു. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു. അതില് ഈ പറയുന്ന അനാറും മറ്റേ എന്തായിരുന്നു ആപ്പിളും കൂടി ഇട്ടപ്പോ കുറച്ച് റിച്ച് ലുക്ക് വന്നില്ലേ. ഇതിനി കഴിച്ചുകൊണ്ടിരിക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് പാഴ്സലാക്കി. എന്നിട്ട് കോളേജിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് കഴിക്കാമെന്ന് കരുതി. അതെല്ലാം എടുത്ത് ബാഗിലാക്കി പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേഗം ഒന്ന് ഒരുങ്ങി വന്നു. ഇനിയിപ്പോ നിന്നോ സമയം പോകും. അതുകൊണ്ട് പോയിട്ട് വരാം. ടാറ്റാ.